ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് ഇന്ന് റിവ്യൂനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം ഉണ്ടോ, അതും ചെറിയ ബഡ്ജറ്റിൽ കിട്ടുന്ന മോഡൽ കൂടിയ ഒരു വാഗണർ. സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. 2016 തന്നെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ വണ്ടി കാണാൻ പ്രത്യേക ക്വാളിറ്റി ഉണ്ടോ. അതുപോലെ തന്നെ 52,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ. ഫ്രണ്ട് വശം നോക്കുമ്പോഴേലും കാണാവുന്നതാണ്. ഒട്ടും തന്നെ മങ്ങി പോയിട്ടോ കാര്യങ്ങളോ ഇല്ല. റെഡിൻ്റെതായിട്ടുള്ള ആ ഒരു ഭംഗി എടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ 16 ഫേസ് ഷിഫ്റ്റ് വന്നതിന് ശേഷമുള്ള മോഡലായതുകൊണ്ട് ഫ്രണ്ട് വശം കാണുന്ന അതിൽ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ ആയാലും പ്യുവർ ക്വാളിറ്റിയിലുണ്ടല്ലേ, ഒന്നും തന്നെ മങ്ങി പോയിട്ടില്ല. സൈഡിലേക്ക് നോക്കുമ്പോഴായാലും ഇവിടെ ഒരു മേജർ ആയിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല. കുഞ്ഞു കുഞ്ഞു ചെറിയ സ്ക്രാച്ചുകൾ, അതും ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന കുഞ്ഞു സ്ക്രാച്ചുകൾ വെച്ചാൽ വേറെ ഒരു വിഷയങ്ങളും ഇല്ല. ഫ്രണ്ട് ടയർ ഒരു 90%, ബാക്ക് ടയർ ഒരു 60% വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് പോവാം. ഡോറൊക്കെ തുറക്കുമ്പോഴേ ആ പ്യുവർ ക്വാളിറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. 90 ഡിഗ്രി തുറക്കുന്ന ഡോർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും കയറി ഇറങ്ങാനായാലും നല്ല സൗകര്യമുള്ള ഒരു വാഹനമാണ് വാഗണർ. സീറ്റ് കവറിന്റെ കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോംബോയിൽ നല്ല ഭംഗി തന്നെ നല്ലൊരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ള സീറ്റ് കവർ ഉണ്ടോ. അതിലൊന്നും ചെറിയൊരു വിയറോ ടീറോ വന്നിട്ടില്ല. കമ്പനി സ്റ്റീരിയോ ഉണ്ട്, ചിൽഡ് AC ഉണ്ട്, അതുപോലെ തന്നെ ഫോഡോ പാറോവിൻ്റെ മിറർ അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിന് വന്നിട്ടുണ്ട്. ഉൾവശത്തൊക്കെ ആയാലും ആ ഒരു ഫ്രഷ്നെസ് ഫുള്ളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നോക്കുമ്പോഴല്ലേ ഇവിടെ നല്ല വൃത്തി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ മുഷിയാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടില്ല അവിടെ ഈ വാഹനത്തിന്. കാരണം അത്രയധികം സൂക്ഷിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റി വണ്ടിയുടെ എല്ലാ ഭാഗത്തും പ്രകടമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഡോർ അടയ്ക്കുമ്പോഴായാലും ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ പറയാം, ആ ഒരു ഫ്രഷ് സൗണ്ട് ഇപ്പോഴും ഉണ്ട്. പുത്തൻ വണ്ടിയുടെ ഡോർ എങ്ങനെ അടയ്ക്കണം ആ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. ബാക്ക് നോക്കുമ്പോഴായാലും ബാക്ക് റിയർ സ്പോയിലേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഗണറിന്റെ വലിയൊരു ബാഡ്ജിങ് സിൽവറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. VHI എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഈ സൈഡ് നോക്കുമ്പോഴാലും ഇവിടെയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡോറിൽ ബീഡിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം എല്ലാ മേജർ ഫിറ്റിങ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ മിറേഴ്സ് നോക്കുമ്പോഴായാലും കാണാവുന്നതാണ്. കൂടിയ വാഹനങ്ങൾ വന്നിട്ടുള്ള ആ ഒരു പ്രീമിയം മിറേഴ്സും കാര്യങ്ങളാണ്. അതുപോലെ ഓട്ടോ ഫോൾഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓട്ടോ ഫോൾഡെല്ലാം അഡ്ജസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ വാഹനത്തിന് എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ റൂം തുറന്നു നോക്കാം കേട്ടോ. എഞ്ചിൻ റൂം തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ്. നല്ല വൃത്തി തന്നെയാണ് എഞ്ചിൻ റൂം ഇരുന്നിട്ടുള്ള. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു ക്വാളിറ്റി കാണാനായിട്ടുണ്ട് കേട്ടോ. വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണാനായിട്ടില്ല. അബ്രോണോ കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി പേസ്റ്റിംഗ് ആണ് കേട്ടോ. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് നോക്കുമ്പോഴായാലും കറക്റ്റ് കമ്പനി പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. വേറെ ഒരു തരത്തിലുള്ള മുഷിലോ സംഭവിക്കാത്ത വാഹനമാണ്. അപ്പോൾ ഈ വാഹനം കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 4,15,000 രൂപ കേട്ടോ. അതിൽ ഫിനാൻസും അവൈലബിൾ ആണ്. നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ വണ്ടി ഇറക്കി തരുന്നതാണ്. ഈസി ഫിനാൻസ് സ്കീം ആട്ടോ. കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് എന്നാൽ ഒരു 4 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫിനാൻസ് റെഡിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ.